നമസ്കാരം. അഫ്ഗാനിസ്ഥാനെ കൈവിടാൻ ഇന്ത്യ ഒരുക്കമല്ല. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അഫ്ഗാനിസ്ഥാനെ ചേർത്ത് നിർത്താൻ ഇന്ത്യ തയ്യാറാണ്. കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനുമായുള്ള വ്യോമ ചരക്ക് സർവീസുകൾ പുനരാരംഭിക്കാൻ ഇന്ത്യ ഒരുങ്ങിയിരുന്നു. അഫ്ഗാൻ വ്യാപാര മന്ത്രി അൽ ഹാജ് നൂറുദ്ദീൻ അസിസിയുടെ ഡൽഹി സന്ദർശന വേളയിലാണ് ഈ പ്രഖ്യാപനമുണ്ടായത്. കാബൂൾ ഡൽഹി, കാബൂൾ അമൃത്സർ റൂട്ടുകളിലെ വ്യോമചരക്ക് സർവീസുകൾ പുനരാരംഭിക്കാനായിരുന്നു തീരുമാനം. വീണ്ടും ചരക്കിടനാഴി സജീവമാക്കുക എന്നതായിരുന്നു വിദേശകാര്യ മന്ത്രാലയം ഇതിലൂടെ വ്യക്തമാക്കിയത്. എന്തായാലും അഫ്ഗാന് ഒരു അപകടത്തിൽ വന്നപ്പോൾ അല്ലെങ്കിൽ ഒരു അപകടം സംഭവിച്ചപ്പോൾ കൈകൊടുക്കാൻ തയ്യാറായിരുന്നതും ഇന്ത്യയാണ്. അതായത് പാകിസ്ഥാനുകാർ തകർത്തുകളയുക എന്ന ലക്ഷ്യത്തോടെ അഫ്ഗാനെ ആക്രമിച്ചിരിക്കുകയാണ്. ഈ ആക്രമണത്തിൽ നട്ടം തിരുന്ന അഫ്ഗാനിസ്ഥാന് കൈകൊടുത്തത് ഇന്ത്യയാണ്. ഈ ആക്രമണത്തെ കണ്ടു നിൽക്കാൻ ഒരിക്കലും ഇന്ത്യയെ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അഫ്ഗാനിസ്ഥാനെതിരെ പാകിസ്ഥാൻ അതിർത്തികൾ കടന്നുള്ള വ്യോമാക്രമണങ്ങൾ നടത്തുന്നതിനിടെ 73 ടൺ ജീവൻ രക്ഷാ മരുന്നുകളും വാക്സിനുകളും മറ്റു മാനുഷിക സഹായങ്ങളുമാണ് ഇന്ത്യ രംഗത്തെത്തിയത്. 3 ദിവസം മുമ്പ് പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ 9 കുട്ടികളും ഒരു സ്ത്രീയും ഉൾപ്പെടെ 10 പേർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഇന്ത്യ അടിയന്തര സഹായം നൽകിയത്. നിലവിൽ അഫ്ഗാൻ പാക് ബന്ധം ചരിത്രത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അഫ്ഗാനിസ്ഥാന്റെ വൈദ്യസഹായ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനാണ് ഈ മാനുഷിക സഹായം ലക്ഷ്യമിടുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. വെള്ളിയാഴ്ചയാണ് 73 ടൺ വരുന്ന സഹായം അഫ്ഗാനിസ്ഥാനിലേക്ക് അയച്ചത്. ഈ വർഷം 3ാമത്തെ പ്രാവശ്യമാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലേക്ക് സഹായം അയക്കുന്നത്. ഇന്ത്യ അഫ്ഗാൻ ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായുള്ള നടപടികളുടെ തുടർച്ചയാണ് ഈ സഹായ വിതരണം. അടുത്തിടെ പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളായ സൈഡസ് ലൈഫ് സയൻസും അഫ്ഗാനിസ്ഥാന്റെ റോഫീസ് ഇന്റർനാഷണൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസും തമ്മിൽ $100 മില്യൺ ധാരണാപത്രം ഒപ്പുവെച്ചിരുന്നു. താലിബാൻ മന്ത്രി അൽ ഹാജ് നൂറുദ്ദീൻ അസിസി വ്യാപാര ബന്ധങ്ങൾ തേടി ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കിയ ദിവസങ്ങൾക്കകമാണ് ഈ കരാർ എന്നതും ശ്രദ്ധേയമാണ്. ഇന്ത്യ അഫ്ഗാൻ ബന്ധം ഊഷ്മളമാകുന്നതിനിടെ ദീർഘകാല സൗഹൃദം പുലർത്തുന്നതായിരുന്നു പാകിസ്ഥാനുമായുള്ള അഫ്ഗാൻ ബന്ധത്തിലെ വലിയ വിള്ളലുകളാണ് ഉടലെടുത്തത്. താലിബാൻ സർക്കാരിന്റെ മുഖ്യ വക്താവ് സബീഹുമായി മുജാഹിദ്ദീന്റെ പ്രസ്താവന പ്രകാരം നവംബർ 24-25 രാത്രികളിൽ പാക് യുദ്ധവിമാനങ്ങൾ അഫ്ഗാനിസ്ഥാന്റെ കിഴക്കൻ പ്രവശ്യകളായ ഹോസ്റ്റ്, കുനാർ, പങ്തിക എന്നിവിടങ്ങളിലെ ലക്ഷ്യങ്ങളിലേക്ക് നേരെ ആക്രമണം നടത്തി എന്നായിരുന്നു.